അപ്പം നമുക്കിന്നൊരു പൊതിച്ചോറ് കഴിക്കാൻ പോയാലോ? കോർക്ക് സിറ്റി സെൻറ്ററിൽ മിസ്റ്റിക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പൊതിച്ചോറ് വന്നിട്ടെന്ന് കേട്ടപ്പോൾ പിന്നെ നമ്മൾ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല. കാരണം കോർക്ക് സിറ്റിയിൽ മലയാളി റെസ്റ്റോറൻറ്റ്സേ കുറവാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ പൊതിച്ചോറൊക്കെ വന്നു കേൾക്കുമ്പോൾ നമ്മൾ ഒട്ടും ട്രൈ ചെയ്യാതെ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ അതിലുള്ള പൊട്ടാറ്റോ മെഴുക്കുവരട്ടി, ക്യാബേജ് തോരൻ, മുട്ട പൊരിച്ചത്, ചമ്മന്തി, അച്ചാർ, പിന്നെ സ്വന്തം ചാള വറുത്തത് അല്ലെങ്കിൽ മത്തി വറുത്തത്, പിന്നെ സാമ്പാറും പച്ചമോരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊതിച്ചോറിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പൊതിച്ചോറാണ്. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിട്ടൊന്നും പോകരുത്. പിന്നെ നമുക്ക് തോന്നിയത് കുറച്ച് ഉപ്പും എരിവും കുറവാണെന്നിട്ടാണ് നമുക്ക് തോന്നിയത്. അത് എരിവ് കുറച്ചത് ഐറിഷുകാർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവരിത് ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അത്യാവശ്യം നല്ലൊരു പൊതിച്ചോറാണ്. നമുക്ക് പെട്ടെന്നൊരു ക്രേവിങ് ഉണ്ടാകുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി കഴിക്കാം. പിന്നെ എല്ലാവരും പറയും ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ശരിയാണ്, നമുക്കിതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാം. പക്ഷേ വല്ലപ്പോഴേക്കും നമ്മളിങ്ങനെയൊക്കെ പോയി ട്രൈ ചെയ്യണം. ഓൾറെഡി ഒരു പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മുന്നിലോട്ട് തരുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു കേട്ടോ. അമ്മയും വറുത്തതും മുട്ട പൊരിച്ചതും ചമ്മന്തിയും സാമ്പാറും മോരൊക്കെ കൂടി കഴിക്കുമ്പോൾ ഞാൻ പറയണ്ടല്ലോ, നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ നമ്മളൊരു ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഈ കോർക്കിലുള്ളവർ ഇപ്പോൾ ഈ ബിരിയാണിയും ഈ പൊതിച്ചോറൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.